ഹായ് ഫ്രണ്ട്സ്, മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രകാശനെ ചികിത്സിക്കാൻ പണമില്ലാതെ അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ ഡോക്ടറുടെ കൈയും കാലൊക്കെ പിടിച്ചു നോക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും എൻ്റെ മോനെ ചികിത്സിക്കണം, പൈസ ഞാൻ എങ്ങനെയെങ്കിലും എത്തിക്കാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഡോക്ടർ പറയാണ് എനിക്ക് അങ്ങനെ ചെയ്യാനൊന്നും പറ്റില്ല, ഇത് എൻ്റെ ഹോസ്പിറ്റലിലൊന്നല്ല, നിങ്ങൾ പണം കൊണ്ട് ആദ്യം അടക്കി എന്നിട്ട് ഞാൻ ചെയ്യാം, ഇതിൽ ഗുരുതരാണ് കേട്ടോ കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ പ്രകാശിന്റെ അരികിലേക്ക് ആയിട്ട് ആകെ വിഷമിച്ച് തളർന്ന് അമ്മ ഓടി വരികയാണ്. അങ്ങനെ അമ്മയെ കാണുമ്പോൾ പ്രകാശിന് നെഞ്ചിങ്ങനെ പൊത്തി നല്ല വേദനയ്ക്കുണ്ട്. ആ സമയത്ത് പ്രകാശിന്റെ അരികിലേക്ക് വന്നിട്ട് അമ്മ പറയാണ്, എന്താ മോനെ, എന്താ നിനക്ക് പറ്റിയത്, ഇപ്പോൾ എന്താ നിനക്ക് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വരാൻ കാരണം, നിന്റെ മോൻ എന്ത്, വിക്രം എന്ത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവനെ ജയിലിലേക്ക് കൊണ്ടുപോയോ, അവര് ജയിച്ചോ, വിക്രത്തിനെ ജയിലിലേക്ക് കൊണ്ടുപോയി, അതുകൊണ്ടാണോ നിനക്ക് ഇങ്ങനെയൊക്കെ വന്നതെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഓരോന്ന് പറയുകയാണ്. അപ്പൊ പ്രകാശനൊന്നും മിണ്ടാതെ നിൽക്കാണ്. ആ സമയത്ത് നമ്മുടെ ആ അമ്മ പറയുകയാണ്, എന്തായാലും ഡോക്ടർ കുറച്ച് പൈസ ഈ ഹോസ്പിറ്റലിൽ അടയ്ക്കാനാണ് പറഞ്ഞതെങ്കിൽ ഇനി നിനക്ക് ചികിത്സ തരുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ എവിടെ പോകാനാണ് മോനെ, ഈ വയ്യാത്ത കാലം വെച്ചിട്ട് ഞാൻ ആരുടെ അരികിൽ പോയിട്ടാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യേണ്ടത് എന്നൊന്നും അറിയില്ല. നിന്റെ മകനാണെങ്കിൽ നമ്മളെ ഇത്രയും നാളും കഷ്ടപ്പെടുത്തിയതല്ലാതെ നമ്മൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവന് വേണ്ടിയിട്ടോ ഒന്നും സമ്പാദിച്ച് വെച്ചിട്ടില്ല. അതിൽ നിന്നെടുത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ ഇല്ല. അവന് ഒരു വീട് പോലും അവന് ഇത്രയും വയസ്സിനിടയ്ക്ക് ഉണ്ടാക്കാനും പറ്റിയിട്ടില്ല, ഒന്നിനും പറ്റിയിട്ടില്ല. എന്തായാലും ഇനി ആകെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഞാനത് പറയുമ്പോൾ നീ അത് ദേഷ്യപ്പെടരുത്. ആ കല്യാണിയുടെ അരികിൽ പോയിട്ട് ഞാൻ കൈയും കാലും പിടിച്ചിട്ട് എങ്ങനെയെങ്കിലും നിന്റെ ജീവൻ രക്ഷിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ പ്രകാശ, നീ അതിനോട് എതിർപ്പൊന്നും പറയരുത് എന്ന് പറയുമ്പോൾ പ്രകാശന് ഒരു അർദ്ധസമ്മതം മൂളയാണ്. അങ്ങനെ വേണ്ടാന്നൊന്നും പറയുന്നില്ല, കാരണം അത്രയും കഠിനമായ വേദന തന്നെയാണ് പ്രകാശനുള്ളത്. അങ്ങനെ വേഗം കാദംബരിയോടും കല്യാണിയോടൊക്കെ ഈ കാര്യം ചെന്ന് പറയുന്നുണ്ട്. കല്യാണിയുടെ കാല് പിടിക്കുന്ന പോലെ തന്നെയാണ് അമ്മൂമ്മ ഈ കാര്യം ചെന്ന് പറയുന്നത്. എൻ്റെ മകനെ രക്ഷിക്കണം, മനസ്സിലുള്ളതൊന്നും നീങ്ങി വൈരാഗ്യമൊന്നും പുറത്ത് കാണിക്കരുത്, ഈ സമയത്ത് എനിക്ക് ഒരു നിൻ്റെ അമ്മൂമ്മയല്ലേ ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കല്യാണിയുടെ മനസ്സാകെ ഒന്ന് ആടി ഉലയുന്നുണ്ട്. ആ സമയത്ത് എന്തായാലും കിരണിനോട് സമ്മതം ചോദിച്ചുകൊണ്ട് കല്യാണി ഹോസ്പിറ്റലിലേക്ക് ഓടിയെത്തുകയാണ്. കാദംബരിയുമുണ്ട്, അതുപോലെ തന്നെ സോണിയുമുണ്ട്. അങ്ങനെ അവിടെ എത്തിയിട്ട് അവള് ഹോസ്പിറ്റലിലേക്ക് അടയ്ക്കേണ്ട പൈസകളൊക്കെ അടച്ച് ട്രീറ്റ്മെൻ്റ് ഒക്കെ തുടങ്ങുന്നുണ്ട് പ്രകാശിന്. അതിനുശേഷമാണ് ഇവർ എല്ലാവരും പ്രകാശിൻ്റെ മുന്നിലേക്ക് എത്തിയിട്ട് സോണി ആ കാര്യം പറയുന്നത്. ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയ പെൺകുട്ടികൾ നിങ്ങളുടെ ജീവിതത്തിൽ ശാപമല്ല, ഇവളില്ലായിരുന്നെങ്കിൽ ഇപ്പം നിങ്ങളുടെ ജീവൻ നിലനിന്നേനില്ല, നിങ്ങൾ പോകേണ്ടടത്തേക്ക് പോയേനെ എന്നൊക്കെ പറഞ്ഞ് സോണി പ്രകാശിനെ കുത്തി നോവിക്കുന്നുണ്ട്. ആ സമയത്ത് പ്രകാശൻ അവിടെ കിടന്ന് എന്തായാലും കല്യാണിയോട് ചെയ്ത ദ്രോഹങ്ങളൊക്കെ ഓരോന്നായി ഓർക്കുകയാണ്. എന്തായാലും ചെറിയൊരു സ്നേഹമൊക്കെ കല്യാണിയോട് തോന്നി തുടങ്ങിയിട്ടുണ്ട്. വിക്രത്തിനെ അകറ്റാനും കല്യാണിയെ നെഞ്ചോട് ചേർത്ത് വെക്കാനും സ്നേഹം കൊടുക്കാനൊക്കെ ഇനി ഉള്ള ഭാഗങ്ങളൊക്കെ അങ്ങനെയൊക്കെ ആയിരിക്കും പ്രകാശൻ ചെയ്യാൻ പോകുന്നത്. അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് നമുക്ക് കാണാൻ പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്